മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. KPSTA പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷാമബത്ത കുടിശ്ശിക നിഷേധിച്ച സർക്കാർ വഞ്ചനക്കെതിരെ KPSTA പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല സംസ്ഥാന നിർവാഹക സമിതി അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത അനുവദിക്കുന്നതിൽ കാണിച്ച വഞ്ചനാപരമായ നിലപാട് തുറന്നുകാട്ടി KPSTA പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കുടിശ്ശികയുള്ള 21% ക്ഷാമബത്തയിൽ 2% അനുവദിച്ചത്. ഇതിന്റെ 39 മാസത്തെ കുടിശ്ശികയും നിഷേധിച്ചിരിക്കുകയാണ്. ഈ കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത്. പൊന്നാനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് C റഫീഖ് അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം MKM അബ്ദുൽ ഫൈസൽ സമരസന്ദേശം നൽകി. ഉപജില്ലാ സെക്രട്ടറി KS സുമേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M പ്രജിത് കുമാർ, ദീപു ജോൺ, P ശ്രീദേവി, ഷീജ സുരേഷ്, TV നൂറുൽ അമീൻ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് CP മുഹമ്മദ് അമീദ്, KM ജയനാരായണൻ, K ജിഷ, U ഖാദർകുട്ടി, ഗി വർഗീസ്, ബൈജു, അഫീഫ്, P ഹസൻ കോയ, ഹെൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നടക്കുന്നത്. 21% DA 2024 ജൂൺ മാസം കിട്ടാനിരിക്കുമ്പോ അതിൽ കേവലം 2% DA തന്നുകൊണ്ടാണ് ജീവനക്കാരനോടുള്ള പ്രതിപത്തി, കപട പ്രതിപത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 19% DA കിട്ടാനാണ് കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും. 2% DA ഈ ഏപ്രിൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ 2% DA അരിയർ ഏകദേശം 10,000 കണക്കിന് രൂപ ഇന്ന് ജീവനക്കാർക്ക് കിട്ടാനുള്ളതാണ്.